A warm good morning to all. So, we are discussing about the formation of a company. We know that there are mainly three distinct stages of formation. The first one is promotion, second stage is registration and incorporation, തേർഡ് സ്റ്റേജ് ഈസ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇല്ലേ, ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് ഒരു കമ്പനിയുടെ ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൊമോഷൻ റെഫേഴ്സ് ടു ദി സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ് ബൈ വിച്ച് എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ബ്രൗട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്. ഇനി അതിനുശേഷം നമ്മൾ പ്രൊമോട്ടർ ആരായിരുന്നു എന്ന് പറഞ്ഞു. ദ പേഴ്സൺസ് ഹു ഡീൽസ് വിത്ത് ദി പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആർ കോൾഡ് പ്രൊമോട്ടേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആണ്. മെയിൻലി 4 ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആണുള്ളത്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ്, ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ആ ഓരോ ടേംസിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാവുന്നതാണ്. ഫസ്റ്റ് പറയുന്നതാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ദീസ് പ്രൊമോട്ടേഴ്സ് ടേക്ക് ദ പ്രൊമോഷൻ ആസ് ദെയർ പ്രൊഫഷൻ. അതായത് പ്രൊമോഷൻ എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ്, പ്രൊമോട്ടേഴ്സിനെയാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ പേഴ്സൺസിൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രൊമോഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി നടത്തിയതിന് ശേഷം, ഒരു കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടപ്പിലാക്കിയതിന് ശേഷം ആ ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ കൺസേൺ റെപ്രസെൻറ്റേറ്റീവ്സിനോ ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്താണ്? ഒരു കമ്പനി ഫോം ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അല്ല അതൊരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതല്ല അവർക്ക് വരുന്നത്. അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് എല്ലാ ആക്ടിവിറ്റീസും നടപ്പിലാക്കി കൊടുക്കുക. ആ ഒരു ആക്ടിവിറ്റീനെയാണ് അവരെന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? പ്രൊഫഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. നെക്സ്റ്റ് പറയുന്നതാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ സിറ്റുവേഷൻസിൽ മാത്രം ഈ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി നടപ്പിലാക്കുന്ന പ്രൊമോട്ടേഴ്സിനെയാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ സാധാരണ ഈ ഒരു പ്രൊമോഷൻ ഒരു പ്രൊഫഷൻ ആക്കിയിട്ടൊന്നും ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അവരിങ്ങനെ തേടി നടക്കുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വന്തം ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്ന കാരണം അവർ ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റിയിലേക്ക് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ദേ ഹാവ് ദെയർ ഓൺ ബിസിനസ് ഓർ അതർ പ്രൈമറി ജോബ്, ദേ ഡു പ്രൊമോഷൻ ഓൺലി വെൻ ദി ഓപ്പർച്യൂണിറ്റി ഈസ് വെരി അട്രാക്റ്റീവ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയും വരുമാനം ഒക്കെ ഉണ്ട്. പക്ഷേ പെട്ടെന്ന് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയത് കൊണ്ട് മാത്രം ഇവരെന്ത് ചെയ്യാണ്, ഇതിനൊരു പ്രൊമോഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ്. എൻ്റർപ്രണേഴ്സ് പ്രൊമോട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺസ് പ്രൊമോട്ടറുമാണ്, അതേ ടൈം തന്നെ എൻ്റർപ്രണറുമാണ്. അതായത് ഒരു ആ പേഴ്സൻ്റെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് യൂണിറ്റ് തുടങ്ങണമെന്ന് മനസ്സിലുറപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അയാളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുകയും പിന്നീട് ആ ഒരു ബിസിനസ്സിൻ്റെ എൻ്റർപ്രണറായിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആരായി? പ്രൊമോട്ടറുമായി എൻ്റർപ്രണറുമായി. അങ്ങനെയുള്ളതിനെയാണ് എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. അതായത് ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം നടപ്പിലാക്കുന്നു. അതിനുശേഷം ദീസ് പ്രൊമോട്ടേഴ്സ് അണ്ടർടേക്ക് ദ പ്രൊമോഷൻ ഓഫ് എ കമ്പനി, കംപ്ലീറ്റ് ദ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് and then purchase the entire share capital of the company promoted. Later on, they sell the shares at some profit as they provide and offer the financial service also. They are called financial promoters. അതായത് ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം ഇവർ ഏറ്റെടുക്കുകയും ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു കമ്പനിയുടെ ഫുൾ ഷെയർ ക്യാപിറ്റലെ ഇവരെന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യും. അപ്പോൾ ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്തു, അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു, കമ്പനി ഫോം ചെയ്തു. അതിനുശേഷം ഒരു കമ്പനിക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ക്യാഷിന് വേണ്ടി അവരെന്ത് ഇഷ്യൂ ചെയ്യും? ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ ഒരു കമ്പനീനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊമോട്ടേഴ്സ് തന്നെ ആ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ട് കുറച്ച് നാൾ
കമ്പനിക്ക് ക്യാഷൊക്കെ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഷെയർസ് എല്ലാം ഒരു പ്രോഫിറ്റിൽ ഈ ഒരു പ്രൊമോട്ടേഴ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 4 ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആണുള്ളത്: പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, എൻ്റർപ്രണർ പ്രൊമോട്ടേഴ്സ്, ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. ആദ്യം തന്നെ എന്തുണ്ടായിരിക്കണം? നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ? ആ ഒരു ബിസിനസ് ഐഡിയയിൽ എത്രത്തോളം ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും, അതുപോലെ തന്നെ എത്രത്തോളം റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും, ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ആ ഒരു ഐഡിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നല്ലൊരു ധാരണ ആർക്കുണ്ടായിരിക്കണം? പ്രൊമോട്ടർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. പ്രൊമോട്ടർ ഈ ഒരു ഐഡിയനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഇവർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻവോൾവ്സ് എ സ്റ്റഡി അബൌട്ട് വിയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി. ഈ ഒരു പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഇവർ നടപ്പിലാക്കാൻ പോകുന്ന പ്രോജക്റ്റിൽ നിന്നും അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ, അതിനൊരു ഫീസിബിലിറ്റി അല്ലെങ്കിൽ വിയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇവർ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. ഒരു ഫീസിബിലിറ്റി അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ എൻജിനീയറുടെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവർ ഈ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ പ്രാക്ടിക്കബിലിറ്റി അനാലിസിസ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ എത്രത്തോളമാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ സൈസ്, ലൊക്കേഷൻ, ലേഔട്ട്, മാൻ പവർ എത്രത്തോളം വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതാണ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അസംബ്ലിങ് ഓഫ് റിസോഴ്സസ് അസംബിൾ ചെയ്യണം. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതാണ് നമ്മളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ മാനേജീരിയൽ, പേഴ്സണൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്. ഈ 4 കാര്യങ്ങളും നമ്മളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും, എത്രത്തോളം കോൺട്രാക്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഇപ്പം മെറ്റീരിയൽ ആയാലും ലേബർ ആയാലും ഇതിനൊക്കെ നമ്മൾക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് പ്രിപ്പയറിങ് പ്രിലിമിനറി ഡോക്യുമെൻറ്റ്സ്. പ്രിലിമിനറി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം പ്രൊമോട്ടേഴ്സാണ്. അതായത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, ഇതുപോലുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കമ്പനീസ് ആക്ട് പ്രകാരം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ഈ ഒരു ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് പറയുന്നതാണ് എൻ്ററിങ് ഇൻ ടു പ്രിലിമിനറി കോൺട്രാക്ട്സ്. പ്രിലിമിനറി കോൺട്രാക്ട്സ് ആദ്യമായിട്ട് തുടങ്ങുന്ന കോൺട്രാക്റ്റുകൾ, അതാണ് പ്രിലിമിനറി. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ് വിത്ത് ഡിഫറെൻറ്റ് പാർട്ടീസ് ബിഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനീസ്. കമ്പനീസിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് ഈ ഒരു പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിലിമിനറി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രിലിമിനറി കോൺട്രാക്റ്റുകളെല്ലാം അപ്രൂവൽ ആകുന്നത്. നമുക്കറിയാം കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ലിസ്റ്റിൽ ഏർപ്പെടുകയും അതിനൊരു ലീഗൽ വിയബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പ്രിലിമിനറി കോൺട്രാക്റ്റ് എല്ലാം വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് നെയിമിങ് ദ കമ്പനി. കമ്പനിക്ക് ഒരു പേര് കൊടുക്കണം. ഒരു ഫോൾസ് ഇംപ്രഷൻസ് തരുന്ന തരത്തിലുള്ള പേരുകളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ പേരുകളൊന്നും കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ പേരിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പേരുകളും കൊടുക്കാൻ പറ്റില്ല. എല്ലാ ലാംഗ്വേജസിലും സെയിം മീനിങ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു മീനിങ് തന്നെയുള്ള പേര് വേണം നമ്മുടെ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, സോളിസിറ്റേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. നമുക്കറിയാം ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള
പേഴ്സൺസ് ആണ് അല്ലേ, ബാങ്കേഴ്സ്. കമ്പനിക്ക് ലോൺ കൊടുക്കാനും അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫേഴ്സിനും ഒക്കെ ആയിട്ട് ബാങ്കേഴ്സ് ആവശ്യമാണ്. ബ്രോക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ, എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറുടെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ സോളിസിറ്റേഴ്സ്, അതായത് നമുക്ക് ഹെൽപ്പ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അണ്ടർ റൈറ്റേഴ്സ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഓരോ ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിച്ചിട്ട് ഷെയർ വിൽക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു അണ്ടർ റൈറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഷെയർസ് വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അണ്ടർ റൈറ്റർ എന്ത് ചെയ്യും? ഈ കമ്പനിയുടെ ഇപ്പോൾ 1,00,000 ഷെയർസ് ഉണ്ടെങ്കിൽ 1,00,000 ഷെയർസും അണ്ടർ റൈറ്റർ മേടിക്കും. എന്നിട്ട് ക്യാഷ് ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. പിന്നീട് ഈ അണ്ടർ റൈറ്റർ ആണ് ഈ കമ്പനിയുടെ ഷെയർസ് എല്ലാം ജനറൽ പബ്ലിക്കിന് വിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ സോളിസിറ്റിംഗ്, ബ്രോക്കിംഗ് അല്ലെങ്കിൽ ബാങ്കിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ കമ്പനീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതും പ്രൊമോട്ടറുടെ ഫങ്ഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം, ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഡ്യൂട്ടി കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. മസ്റ്റായിട്ടും ഒരു പ്രൊമോട്ടർ ചെയ്തിരിക്കണം. The promoter gets memorandum and articles prepared, executed, registered and he deals with merchant bankers, brokers, legal advisors. അതായത് ഒരു പ്രൊമോട്ടർ ആ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ബുക്സ് ഇല്ലേ, അതായത് മെമ്മറാൻഡും ആർട്ടിക്കിൾസും, ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യണം, അത് മാനേജ് ചെയ്യണം, രജിസ്ട്രാറുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മർച്ചൻറ്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ് പോലുള്ള പേഴ്സൺസുമായിട്ട് എല്ലാ ഡീലിങ്സും നടത്തേണ്ടത് ഈ ഒരു പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ്, ഹീ ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷേഴ്സ് റിഗാർഡിംഗ് അക്കൗണ്ട്സ് ആൻഡ് ഫോർമേഷൻ സോ ആസ് ടു മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാനേജ്മെൻറ്റ് ടു ദി ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോട്ടർ ഡീൽ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും കൃത്യമായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ അക്കൗണ്ട്സ് ആയാലും ഈവൻറ്റ്സ് ആയാലും ട്രാൻസാക്ഷൻസ് ആയാലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ആയാലും എല്ലാം കൃത്യമായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ, ഒരു സുതാര്യത, ഒരു മറയില്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഒരു കമ്പനിയുടെ ഫോർമേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കമ്പനീനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഡയറക്ടേഴ്സാണ് അല്ലേ. അപ്പോൾ ഈ ഡയറക്ടേഴ്സിന് ഈ എല്ലാ ഡീറ്റെയിൽസും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് പ്രൊമോട്ടേഴ്സാണ്. അതുപോലെ തന്നെ ഹി ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദി പ്രൊമോഷൻ ഓഫ് ദി കമ്പനി. ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് പ്രോഫിറ്റും ആര് ഉണ്ടാക്കാൻ പാടില്ല? പ്രൊമോട്ടർ ജനറേറ്റ് ചെയ്യാൻ പാടില്ല. ഹീ ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷേഴ്സ് റിഗാർഡിംഗ് ട്രാൻസാക്ഷൻസ് എൻറ്റേഡ് ബൈ ഹിം ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി ആസ് എ പ്രൊമോട്ടർ. അതുപോലെ തന്നെ എന്തൊക്കെ ട്രാൻസാക്ഷൻസിൽ ഇയാൾ എൻ്റർ ചെയ്തോ ആ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി കമ്പനിയുടെ ബിഹാഫിൽ വേണം ഇയാൾ എല്ലാ കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യപ്പെടേണ്ടത്. ഇത്രയാണ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ. ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റാണ് സെക്ഷൻ 26 കമ്പനീസ് ആക്ട് സെക്ഷൻ 26 ഈ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ 26 എതിരായിട്ടാണ്, അതിൽ പറയുന്ന പ്രൊവിഷനെ കോൺട്രവെൻഷൻ ആയിട്ടാണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊമോട്ടർ 3 വർഷം വരെ തടവ് ശിക്ഷയും 50,000 മുതൽ 3 ലക്ഷം വരെ ഫൈനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 6 മാസം മുതൽ 10 വർഷം വരെ കഠിന തടവും, അതുപോലെ തന്നെ എത്രയാണോ ആ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് വന്നിട്ടുള്ളത് അതിൻ്റെ 3 ടൈംസോളം ഫൈനായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരെയായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷമെങ്കിലും അദ്ദേഹത്തിന് തടവ് ശിക്ഷ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇനി ഈ പ്രോസ്പെക്ടസിൽ നമ്മൾ വെച്ചിട്ടുള്ള മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയും അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ഈ ഒരു പ്രൊമോട്ടർ പേഴ്സണലി ലയബിളാണ്. ആ ഒരു നഷ്ടം നികത്താൻ പ്രൊമോട്ടർ പേഴ്സണലി ലയബിളാണ്. ആ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങി, അത് കാരണം ആ പേഴ്സൺ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, കമ്പനി പ്രൊമോഷനൊക്കെ ആയി, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയി, കമ്പനി ഫോം ചെയ്തു, കുറേ കാലങ്ങൾക്ക് ശേഷം കമ്പനി വൈൻഡിങ് അപ്പ് നടത്തുകയാണ്, അടച്ചു പൂട്ടുകയാണ് എന്ന് കരുതുക. ആ വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായത് ഈ ഒരു പ്രൊമോഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. അങ്ങനെ ആ കമ്പനിയുടെ മാനേജേഴ്സ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ട്രിബ്യൂണൽസിൻ്റെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ ലിക്വിഡേറ്ററുടെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ ഒരു ഫ്രോഡ് പ്രൊമോഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ ഒരു കാര്യം എക്സാമിൻ ചെയ്തിട്ട് ഉറപ്പ് വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊമോട്ടർ ആൻസറബിൾ ആണ്. എന്ത് ക്വസ്റ്റ്യൻസ് ട്രിബ്യൂണൽസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊമോട്ടർ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത്, പ്രൊമോഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ളതോ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഫ്രോഡുലൻ്റ് കെയർ കൊടുക്കാതെ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരം പറയേണ്ടത് പ്രൊമോട്ടർ തന്നെയാണ്. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മനസ്സിലാവുകയാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആരാണോ, ഏത് പ്രൊമോട്ടറാണോ നോയിങ്ങിലി ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടുനിന്നിട്ടുള്ളത് ആ ഒരു പേഴ്സൺ ട്രിബ്യൂണൽസിൻ്റെ അടുത്ത് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി കാരണം എന്തെങ്കിലും നഷ്ടമോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇയാളുടെ പേഴ്സണൽ ഡെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു നഷ്ടം നികത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാരണമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫോർമേഷൻസ് സപ്രസ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രൊമോട്ടർ തന്നെയാണ് ആ ഒരു ഫ്രോഡുലൻ്റ് ആക്ഷന് ലയബിളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കമ്പനി, നമുക്കറിയാം പ്രോസ്പെക്ടസ് ഏതൊക്കെ കമ്പനീസിന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? പബ്ലിക് കമ്പനീസിന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഏതെങ്കിലും കമ്പനീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്ടസിൻ്റെ സഹായത്തോടെ അല്ലാതെയോ ഒക്കെ ഇഷ്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? എഗെയിൻസ്റ്റ് ലോ ആണ് അല്ലേ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് റൂളാണ്. അങ്ങനെയുള്ള സമയത്തും ഏത് പേഴ്സൺ ആണോ അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് ആ പേഴ്സൺ അറൗണ്ട് 2 crore rupees വരെ മാക്സിമം ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിലിയർ വരുത്തുകയോ അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് നടത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയല്ലാതെ തീരുമാനിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവിടെ ലയബിലിറ്റി വരുന്നതാണ്. ഫുൾ ഡിസ്ക്ലോഷർ നടത്താൻ വേണ്ടിയിട്ട് ഫെയിലിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഫൈൻ കിട്ടുന്നത് മാക്സിമം 50,000 rupees മുതൽ എത്രയാണോ എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് അതിൻ്റെ 5 times വരെ പണിഷ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കമ്പനി വൈൻഡിങ് അപ്പിന് പോകുന്ന സമയത്ത്, അടച്ചുപൂട്ടാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നടപ്പിലാക്കുന്നത് ലിക്വിഡേറ്ററാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡേറ്ററിനായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്ന പേഴ്സൺസിനെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. അപ്പോൾ ലിക്വിഡേറ്റർ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും എംപ്ലോയീസും ഒക്കെ
കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇവർ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പണിഷ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 6 months വരെ ഇംപ്രിസൺമെൻറ്റും 50,000 rupees വരെ ഫൈനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ if any promoter enters into any contract on behalf of the company before it was actually incorporated, then the promoter shall be personally liable for non-fulfillment. അതായത് നമ്മൾ പറഞ്ഞു പ്രിലിമിനറി കോൺട്രാക്റ്റ് പോലെയൊക്കെ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു ഓൺ ബിഹാഫ് ഓഫ് കമ്പനി എന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ തന്നെയാണ് എന്ത് വരുന്നത് പേഴ്സണലി ലയബിൾ ആകുന്നത്, അല്ലാതെ കമ്പനിക്കല്ല അതിൻ്റെ ലയബിലിറ്റി നിൽക്കുന്നത്. ഇത്രയാണ് ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻസ് എത്രത്തോളമാണ് വരുന്നത്. പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഇനി ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഒരു അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസിനൊക്കെയാണ് ഒരു കോമ്പൻസേഷൻ പ്രൊമോട്ടർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല അൺലെസ് ദർ ഈസ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് അങ്ങനെ നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാറുണ്ട്, പ്രൊമോട്ടേഴ്സിന് പേയ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ഇനി എന്തിനൊക്കെയാണ്? ദി കമ്പനി മേ പേ സം റെമ്യൂണറേഷൻ ഫോർ ദി സർവീസ് റെൻഡർ. പ്രൊമോട്ടർ തന്നിട്ടുള്ള സർവീസസിന് വേണ്ടിയിട്ട്, റെൻഡർ ചെയ്തിട്ടുള്ള സർവീസസിന് വേണ്ടിയിട്ട് റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടർ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുകയും അതുവഴി എന്തെങ്കിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആർക്ക് കൊടുക്കാവുന്നതാണ്? പ്രൊമോട്ടർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദ പ്രൊമോട്ടർ മേ സെൽ ഹിസ് പ്രോപ്പർട്ടി ടു ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇൻ ദി കമ്പനി ആഫ്റ്റർ മേക്കിംഗ് ഫുൾ ഡിസ്ക്ലോഷർ. എല്ലാ ഡിസ്ക്ലോഷറും നടത്തിയതിന് ശേഷം കമ്പനി എന്ത് ചെയ്യും? പ്രൊമോട്ടർ മേ സെൽ ഹിസ് പ്രോപ്പർട്ടി ടു ഫുള്ളി പെയ്ഡ് ഷെയർസ്. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി എന്തായിട്ടാണ്? ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ടാണ് അവിടെ വിൽക്കുന്നത്, അതിനാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി ക്യാഷിന് പകരം കൊടുക്കുന്നത് എന്താണ്? കമ്പനിയുടെ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസാണ്. ആ രീതിയിലും പ്രൊമോട്ടർക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് രൂപത്തിലല്ല, പകരം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. ഇനി ദ പ്രൊമോട്ടർ മേ ബി ഗിവൺ ആൻ ഓപ്ഷൻ ടു ബൈ ഫർദർ ഷെയർസ് ഇൻ ദി കമ്പനി. ഇനി ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കുക ഒരു പ്രൊമോട്ടർ ഇത്രയും കമ്പനിക്ക് വേണ്ടി ചെയ്തതല്ലേ, അപ്പോൾ കമ്പനിയുടെ കുറച്ച് ഷെയർസ്, എക്സ്ട്രാ ഷെയർസ് പ്രൊമോട്ടർക്ക് കൊടുക്കാം എന്നും അങ്ങനെയും ഒരു മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് വരാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ദ പ്രൊമോട്ടർ മേ ബി ഗിവൺ കമ്മീഷൻ ഓർ ഷെയർസ് സോൾഡ്. ഇനി പ്രൊമോട്ടർ എത്രത്തോളം ഷെയർസ് വിൽക്കുന്നോ അതുമേ എന്തായിട്ട് കമ്മീഷനായിട്ടും കൊടുക്കാറുണ്ട്. ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി മേ പ്രൊവൈഡ് ഫോർ ഫിക്സഡ് സം ടു ബി പെയ്ഡ് ബൈ ദി കമ്പനി ടു ഹിം. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തണം എന്നുള്ളത് നമുക്കൊരു ആർട്ടിക്കിൾസിൽ ക്ലോസ് ആയിട്ട് വെക്കുകയും അതുവഴി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെയാണ് പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാറ്. അപ്പോൾ ഷെയർസ് രൂപത്തിൽ, ക്യാഷ് രൂപത്തിൽ, പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സമ്മായിട്ടെല്ലാം പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റെമ്യൂണറേഷൻ ഓഫ് എ പ്രൊമോട്ടർ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.